ബാംഗ്ലൂർ ഡേ സിനിമ ഉണ്ട്. അന്നോട്ട് ബാംഗ്ലൂർ പോകണമെന്ന്, അതിൽ തന്നെ അവിടുത്തെ ഡേർട്ട് ട്രാക്ക് ഉണ്ട്, അതൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. 10 വർഷം കഴിഞ്ഞിട്ട്, അതായത് സിനിമ ഇറങ്ങിയിട്ട് ഇതാ ഈ 30-ാം തീയതി ആകുമ്പോൾ 10 വർഷമാവും. ഇപ്പോഴാണ് പോകാനായിട്ട് വിധിയെല്ലാം സെറ്റ് ആയി വന്നത്. പക്ഷേ കയ്യിൽ ഫണ്ടും കാര്യങ്ങളെല്ലാം ഷോർട്ടേജ് ആയിരുന്നു. കാറ്ററിംഗിന് പോയി സേവ് ചെയ്ത കുറച്ച് പൈസ, അതായത് ഒരു 4K അടുപ്പിച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ബാക്കി കുറച്ച് ഫണ്ട് സെറ്റ് ആക്കാനായിട്ട് വീട്ടിലെ കുറച്ച് ചക്ക, അതുപോലെ തന്നെ കുറച്ച് കുപ്പി, പാട്ട, ആക്രി, പേപ്പർ എല്ലാം കൂടെ വാരി വിറ്റ് കൂടെ ഒരു മോട്ടറും കൂടെ വിറ്റപ്പോഴത്തേക്കും ഏകദേശം ഒരു 2000 കൂടെ ഒന്ന് കറങ്ങി ഏകദേശം 6K ഫണ്ട് സെറ്റായി. ആൻഡ് നേരെ ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂരിൽ പോയിട്ടുള്ള എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം വെൽക്കം ബാക്ക് ആൻഡ് വ്ളോഗിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ബാംഗ്ലൂർ പോയപ്പോൾ ഉള്ള എൻ്റെ ഒരു കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ സിനിമയിലെ കണ്ട്, അതുപോലെ തന്നെ റീൽസിലെ കണ്ടിട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ടേഷൻ അത്രയ്ക്കങ്ങ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നാനില്ല. ഒരു എക്സ്പെക്ടേഷൻ കാര്യമില്ലാതെ വെറും റോ ആയിട്ട് പോവുക വൈബ് ചെയ്യുക, തിരിച്ചു വരിക, അത് മാത്രമേ ഞാൻ പറയുള്ളൂ. ട്രാവലിൻ്റെ കാര്യമാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു നല്ല പണി കിട്ടാൻ പോകുന്നത്. ഞാൻ ഇവിടുന്ന് കൊച്ചുവേളിയിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. അപ്പോൾ കൊച്ചുവേളി ടു KSRൽ ചെന്നാണ് ബാംഗ്ലൂർ ഇറങ്ങിയത്. ഞാൻ തന്നെ ഒരാഴ്ച മുന്നെയാണ് ബുക്ക് ചെയ്തത്. എന്നിട്ട് ഭയങ്കര പാഴായിരുന്നു, വെയിറ്റിംഗ് ലിസ്റ്റിലേക്കാണ് കിടന്ന്. അതിൽ തന്നെ തിരിച്ച് വരാൻ നേരത്ത് അവിടെ നിന്ന് SMVT എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. അത് ഭയങ്കര ഒരു കിഡിലെ സ്റ്റേഷനായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 2 വീക്ക് അല്ലെങ്കിൽ 3 വീക്ക് മുന്നേ ബുക്ക് ചെയ്തിടുക. എന്നിട്ട് മാക്സിമം സ്ലീപ്പറിൽ തന്നെ പോവുക. ഏകദേശം ഒരു 14 to 16 മണിക്കൂർ എടുക്കും നമ്മൾ ബാംഗ്ലൂർ എത്തും. അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ തൊട്ടെടുത്തന്നെ ഇഷ്ടംപോലെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റേയിൽ ഒരു മെയിൻ കാര്യം പറയുകയാണെങ്കിൽ, ഒരു 10-20 സ്ഥലത്ത് കയറി തിരക്കിയതിന് ശേഷം നോൺ AC റൂം ഒരു 1000 രൂപ കിട്ടുവാണെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാം. 2 ദിവസത്തേക്കാണ് റെന്റിനെടുത്തത്. അപ്പം ഒരു ദിവസം 1300 വെച്ചിട്ട് 2600 ആയി. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ അവിടെ ചെന്നിട്ടുള്ള നമ്മളെ ട്രാവലാണ്. അവിടുത്തെ ട്രാവലും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവിടെ ബസ്സുണ്ട്. ബസ്സിൽ ഓരോ സ്ഥലത്തോട്ട് പോകാനായിട്ട് ഓരോരോ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ഓരോ ബസ് കയറി ഓരോ സ്ഥലത്തോട്ട് പോകണത്. അതുപോലെ തന്നെ പിന്നെ അവിടെ മെട്രോ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ യൂബർ ഉണ്ട്. പിന്നെ ഒരു എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു, എൻ്റെ പേര് മറന്നുപോയി. നമ്മൾ ബുക്ക് ചെയ്യുമ്പം സ്കൂട്ടറിൽ വന്നിട്ട് ബൈക്കിലൊക്കെ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകണം. അവിടെ ചെന്നിട്ട് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും അതിൽ തന്നെ കുറച്ച് ഭാഷയും കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ നമുക്കതൊക്കെ മാനേജ് ചെയ്ത് എല്ലാ സ്ഥലത്ത് പോകാൻ പറ്റുന്നതാണ്. എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചൊരു കാര്യമാണ്. അവിടെ പോയി ഫുഡ് നേരെ നല്ല നോക്കി കഴിച്ചില്ലെങ്കിൽ ഫുഡ് പോയിസൺ അടിക്കും. എനിക്കെന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ വേറെ ഫുഡ് പോയിസൺ, പനി അങ്ങനെയുള്ള ഒരു പരിപാടി എനിക്കെന്തായാലും കിട്ടിയില്ല. അതെന്തൊരു ഭാഗ്യം. എൻ്റെ കൂടെ വന്ന് 2 പേർക്ക് പനി പിടിച്ച് അവർ 2 പേരും ഇപ്പോൾ കിടപ്പിലാണ്. ഫുഡ് അവിടെ അടുത്ത് തന്നെ ഉടുപ്പി എന്ന് പറഞ്ഞ ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഞാൻ മസാല ദോശയും കാര്യങ്ങളും കഴിച്ചിരുന്നു. ബിരിയാണി, മീൽസ്, അതുപോലത്തെ കാര്യമൊക്കെ ആയിരുന്നു ഞാൻ മെയിനായിട്ട് പ്രിഫർ ചെയ്ത് പോയി കഴിച്ചിരുന്നത്. സ്ട്രീറ്റ് ഫുഡൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഓൺ റിസ്കിൽ പോയി കഴിക്കുക. എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി വയറിളക്കി കിടക്കുക. ഞാൻ നെഗറ്റീവ് അടിക്കണമില്ല, എന്നാലും നെഗറ്റീവ് അടിക്കണമായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ ഏതൊക്കെ സ്ഥലത്ത് പോകണമെന്നുള്ളതായിരുന്നു മെയിൻ ഒരു പണി. മെയിനായിട്ടും ഡ്രസ്സ്, ആക്സസറീസ്, സാധനം എല്ലാത്തിനും പൈസ കുറച്ചാണ് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് തന്നെ മെയിനായിട്ട് ഞാൻ ഷോപ്പിങ്ങിൻ്റെ കുറേ സ്പോട്ടൊക്കെ നോക്കി. അതിൽ മെയിനായിട്ട് ഒന്നാണ് ചിക്പേട്ട്, പിന്നെ ഉള്ളതാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. നമ്മളിപ്പോൾ നടന്ന് ചിക്പേട്ടിൻ്റെ അകത്തോട്ട് കയറി. അപ്പം ഇതിൻ്റെ അകത്ത് ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിനെ കുറിച്ച് കിട്ടും എന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ സ്പോട്ടായിട്ട് തപ്പി നടക്കുകയാണ്. നമ്മൾ ചിക്പേട്ടി കയറിയിട്ട് പിന്നെ വേറെ ഏതോ ഒരു പേട്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്തൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കടഞ്ഞ് കണക്ക് ഇഷ്ടംപോലെ കട. അത് ഓരോ ഏരിയയിലും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഏരിയയിൽ ലേഡീസിൻ്റെ ആണെങ്കിൽ വേറൊരു ഏരിയയിൽ കിഡ്സിൻ്റെ ഏരിയ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറയുമ്പം മെൻസിൻ്റെയാണ്. നമ്മൾ കുറേ ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഓരോ സ്ഥലത്തും ഓരോരോ ഡ്രസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഓരോ ആൾക്കാരാണെന്ന്. അപ്പോൾ ചിക്പേട്ടിൽ പോയപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. അവിടെ ഏകദേശം മിക്ക സ്ഥലത്തും ബൾക്കിന്, അതായത് ഹോൾസെയിലായിട്ട് മാത്രമേ സാധനം കൊടുക്കുകയുള്ളൂ. 100 പീസ് 200 പീസ് അങ്ങനെ കൊടുക്കുകയുള്ളൂ. നമ്മൾ നല്ലോണം അകത്ത് പോയി നമ്മൾ എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ റീറ്റെയിൽ ഷോപ്പ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഏതൊക്കെ ഷോപ്പിങ്ങിൻ്റെ സ്ഥലമായാലും ബാംഗ്ലൂർ പോയി ഷോപ്പിങ്ങിന് മെയിനായിട്ട് പോവുകയാണെങ്കിൽ, റീറ്റെയിൽ ഷോപ്പിൽ കയറുവാണെങ്കിൽ നാട്ടിൽ ഇപ്പോൾ 600 രൂപ കിട്ടുന്ന സാധനമാണെങ്കിൽ മാക്സിമം നമ്മളൊരു 200-250 രൂപയ്ക്ക് അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി നോക്കുക. അല്ലാതെ അവർ പറയുമ്പോൾ തന്നെ നമ്മൾ ആ പൈസയും പറഞ്ഞ് വാങ്ങാൻ നിൽക്കുവാണെങ്കിൽ നമ്മൾ വെറുതെയാണ് പോകണം. ഭയങ്കര ലോ ക്വാളിറ്റി ആയിട്ടുള്ള സാധനം വാങ്ങരുത്. കറക്റ്റ് സാധനം നോക്കി, ഡ്രസ്സിൻ്റെ ക്വാളിറ്റി, ഡ്രസ്സായാലും ഇപ്പോൾ എന്ത് സാധനമായാലും കറക്റ്റ് ക്വാളിറ്റി കാര്യം നോക്കി മാത്രമേ എടുക്കാവൂ. അവിടെ ചെന്നിട്ട് എനിക്ക് കിട്ടിയൊരു പണി എന്ന് പറയുമ്പം എൻ്റെ ഫോണിന് ഒരു കവർ വാങ്ങിച്ചിട്ട് അതിൽ ചെറിയൊരു വളവുണ്ടായിരുന്നു. ഇതാണ്ടേ ഈ സൈഡിലായിട്ട് ഈ ഒരു ചെറിയൊരു വളവുണ്ട് ഫോണിൻ്റെ കവറിൽ. വലിയ സീനില്ല. എന്നാലും ഞാൻ കടയിൽ നിന്ന് ആളെടുത്ത് ഞാൻ പോയിട്ട് അറിയാവുന്ന ഭാഷയിലേക്ക് സംസാരിച്ച് നോക്കിയപ്പോൾ ആൾ മലയാളിയായിരുന്നു. ആൾ പറഞ്ഞ് അത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ആ വളവ് മാറും, വലിയ വിഷയമില്ല. പക്ഷേ ബാംഗ്ലൂർ പോയിട്ട് അവിടെ ഒരു മലയാളി എന്നെ പറ്റിച്ച്. ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞ് ഇതുവരെ ആ കവറിൻ്റെ വളവ് മാറിയില്ല. ലക്ഷറി ആയിട്ടുള്ള ഷോപ്പിങ്ങിനാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ മാളുണ്ട്. ലുലു മാളുണ്ട്, പിന്നെ UB സിറ്റി ഉണ്ട്. മെയിനായിട്ട് അവിടെ നോക്കി വെച്ചിരുന്ന 2 സ്പോട്ടായിരുന്നു, ചർച്ച് സ്ട്രീറ്റും അതുപോലെ തന്നെ കോരമംഗലം. അതായത് നൈറ്റ് ഇറങ്ങുവാണെങ്കിൽ അവിടെ പോയി അടിച്ച് പൊളിക്കണം, അവിടെ പോയി കറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ് നിന്നത്. പക്ഷേ നൈറ്റ് നമുക്ക് ചിക്പേട്ടി തന്നെ നിന്ന് കറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ഡേയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ചർച്ച് സ്ട്രീറ്റും കോരമംഗലം, പിന്നെ ഇന്ദിരാനഗറും, മല്ലേശ്വരം,
അങ്ങനെ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ സ്പോട്ടൊക്കെ ആയിരുന്നു നൈറ്റ് ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇറങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ. ലാൽബാഗിലായിരുന്നു, അവിടുത്തെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയി കുറേ ചെടിയും സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു വ്യൂ സ്പോട്ടും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ മ്യൂസിയം, പിന്നെ അതുപോലെ തന്നെ കുബോൺ പാർക്ക് ഉണ്ടായിരുന്നു, കബൺ പാർക്ക് അങ്ങനെയും പറയാം. കബൺ പാർക്കിലൊക്കെ നമ്മൾ മെട്രോയിൽ കയറിയാണ് പോയി ഇറങ്ങിയത്. നന്ദി ഹിൽസിൽ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടായിരുന്നു, പക്ഷെ ഒരു ഡേ ഫുള്ള് നന്ദി ഹിൽസിൽ സ്പെൻഡ് ആയി പോകും. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിന്നില്ല. അത് പിന്നീട് എപ്പോഴെങ്കിലും ടൈം കിട്ടുവാണെങ്കിൽ നന്ദി ഹിൽസിൽ പോകും. അതുപോലെ തന്നെ മെയിനായിട്ട് നോക്കിപ്പോയ ഡേർട്ട് ട്രാക്ക് ഇപ്പോൾ പോയപ്പോഴും നേരെ കാണാനൊന്നും പറ്റിയില്ല. അതുപോലെ തന്നെ ബാംഗ്ലൂർ പാലസ് ഉണ്ട്. അപ്പോൾ ഏകദേശം അവിടെയുള്ള സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ കണ്ട ഒരു മെയിൻ ഒരു കാര്യം എന്ന് പറയുമ്പം അവിടെ ഉള്ള ആൾക്കാർ അവരവരെ കാര്യം നോക്കി അങ്ങ് ആ ഒരു രീതിയിൽ അങ്ങ് പോവുകയാണ്. ഇവിടെ ഉള്ള ഈ ഞാൻ അങ്ങനെ താഴ്ത്തി പറയണമല്ല, എന്നാൽ ഇവിടെ ഉള്ള മലയാളീസിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതെന്ന് പറയുമ്പം ബാക്കിയുള്ള ആൾക്കാരെ കാര്യങ്ങളിൽ തലയിടുക, ബാക്കിയുള്ള ആൾക്കാരെ പോയി കുത്തിച്ചൊറിയുക, അങ്ങനെയുള്ള പരിപാടി ഞാൻ കണ്ടില്ല. 3 ദിവസം നിന്നിട്ടുള്ള എക്സ്പീരിയൻസാണ് പറയണത്. ചിലപ്പം കുറേ ദിവസം നിൽക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും. എന്നാലും അവിടെ പോകുമ്പോൾ അത്രയ്ക്ക് ക്രൗഡ്, ഭയങ്കര ക്രൗഡ് എന്ന് പറയുമ്പോൾ കാല് കുത്ത സ്ഥലമില്ലാത്ത രീതിയിലാണ്. സിറ്റിയിലൊക്കെ ഓട്ടോറിക്ഷയൊക്കെ പോകണമെന്ന് പറയുമ്പോൾ മറ്റേ ഈ സൈക്കിൾ എടുത്തുകൊണ്ട് പോകണ പോലെയാണ് ഓരോ ഇങ്ങനെ ഊടിലും ഇടയിൽ കൂടെയൊക്കെ എടുത്തുകൊണ്ട് പോകണം. ജീവൻ പണയം വെച്ച് മാത്രമേ ഓട്ടോറിക്ഷ കയറാവൂ. പിന്നെ ഡേഞ്ചർ എന്ന് എനിക്ക് തോന്നുന്നത് സ്കാം അവിടെ കൂടുതലാണ്. ആരെയും വായിച്ചൊന്ന് പെടാതിരിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ബാംഗ്ലൂരിൽ പോയ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഞാൻ ആഡ് ആക്കാൻ വേണ്ടി വിട്ടുപോയാൽ എന്തോ. ഇനിയും ബാംഗ്ലൂരിൽ പോകണം എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഓർക്കുമ്പോൾ വീണ്ടും സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പം അടുത്തൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ.